അതെ, ഇവിടെ നടന്ന കാര്യം ആരെങ്കിലും പുറത്തു പറഞ്ഞോ എന്റെ തനി സ്വഭാവം അറിയും. മനസ്സിലായാ? ഹലോ, എടി നീ അറിഞ്ഞ? എന്തറിഞ്ഞാന്ന്? എടി നമ്മുടെ ആരോമലില്ലേ, ആരോമലിന്റെ പെണ്ണ് ഇവിടെ വെള്ളം അടിച്ചിട്ട് ഭയങ്കര വിഷയമെന്ന്. കല്യാണ പെണ്ണാ? അയ്യോ, എന്നിട്ട്? നീ ഇതാരോടും പറയാൻ നിക്കണ്ടേട്ടാ. ഓക്കെ എന്നാ വെച്ചോ. അല്ല, വെക്കല്ലേ. പെണ്ണുങ്ങളോട് ഇങ്ങനെ പറഞ്ഞാലേ 10 പേരെടുത്ത് കൂടുതൽ പറയത്തുള്ളൂ. ഇനി അടുത്താരാ? സീഡ് സുധ എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പേരോട് അറിയും. അല്ലേ വേണ്ട, ഗ്രൂപ്പിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ മൊത്തം ആൾക്കാരും അറിഞ്ഞോളും. പ്രിയ ഗ്രൂപ്പിലെ അംഗങ്ങളെ, വാളം വെച്ചു. ഇനിയുള്ള സംഭവങ്ങൾ എന്താണെന്നുള്ളത് ഞാൻ അപ്പപ്പോ വോയിസ് ആയിട്ടിടാം. അപ്പോൾ എല്ലാവരും അത് കേട്ടിട്ട് അപ്പം തന്നെ ഡിലീറ്റ് ചെയ്യണം. അപ്പോൾ ഗുഡ് നൈറ്റ്, അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ക്രിസ്മസ്. ഓക്കെ? മോര് ആർക്കാ? അമ്പിളിക്ക് കൊടുക്കണ്ടേ? ഈ ഒരെണ്ണം കൊടുത്ത് എന്റെ ക്ഷീണം അവിടെ മാറിയിട്ടില്ല. നീ എത്ര ചോദിച്ചിട്ടുണ്ടായിരുന്നു? ശരിക്കും പറയും. നിന്റെ കുഞ്ഞമ്മര മോനില്ലേ ഒരു വെട്ടുള്ള സ്വഭാവത്തിന് കൊടുത്തുള്ളത് ചാവാഞ്ഞ് നിന്റെ ഭാഗ്യം. മനസ്സിലായ? നീ അമ്പിളിക്ക് ഒരു ഫുൾ ഗ്ലാസ് ഒഴിച്ചെടുത്താ. കൈ വിറച്ചു ഒഴിച്ചപ്പം ഏതാണ്ട് ഫുൾ ഗ്ലാസ് വരെ നിന്റെ കൈ വിറച്ച് ഏതാണ്ട്. ഞാൻ തന്നെ തെറ്റിയത് എൻ്റെ അടുത്ത്. ഒരു കല്യാണമല്ലേ കഴിച്ചോളൂ. കൊടുത്താണ്ടല്ല ഇവൻ കുടിക്കുന്ന പോലെ കട്ടൻ ചായ കുടിക്കുന്ന പോലെ എല്ലാവരും കുടിക്കുന്നവന്റെ ധാരണ തരാട്ടാ എനിക്ക്. സൂപ്പറായിട്ടുണ്ട്. ബാ. ഉണ്ണി, ഞാൻ വരാറായോ? വരാറായിട്ടില്ല. വരാറാകുമ്പോ ഞാൻ പറയാം ട്ടാ. പോവാ. ഊട്ടിയിലാ പോയെ? എങ്ങാണ്ട് ടൂർ പോയ കഥ പറഞ്ഞോണ്ടിരിക്കുക. ടൂർ പോയാ അങ്ങനെ ഞങ്ങൾ പിറ്റേന്ന് രാവിലെ തന്നെ ഒരു ഭയങ്കര മഞ്ഞുള്ളൊരു സ്ഥലം ഉണ്ടായിരുന്നു. ആ സ്ഥലത്തോടു കൂടി ഇങ്ങനെ നടന്ന് ആ ഒരു പുഴയുടെ അടുത്തെത്തി. പുഴയിൽ ഒരു ബോട്ടുണ്ടായിരുന്നു. ആ ബോട്ടിൽ കയറി ഞങ്ങൾ ചവിട്ടി. ഞാനൊരു കാര്യം ഓപ്പണായിട്ട് ചോദിച്ചാൽ പ്രശ്നമില്ലല്ലോ? ഇല്ല. വേറൊന്നുമല്ല, ഓരോ ആളുകൾക്കും ഓരോ ആഗ്രഹങ്ങളും സങ്കല്പങ്ങളൊക്കെ ആണല്ലോ. അപ്പം അമ്പിളിക്ക് അതേപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി. ഞാൻ വീട്ടുകാരുടെ അടുത്ത് പറഞ്ഞ് ഡീൽ ചെയ്തോളാം. ഏയ്, എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഞാൻ ഓക്കെയാണ്. ആണോ? എനിക്ക് നാണം തന്നെ. അമ്പിളിക്ക് വരുന്നുണ്ടോ? നൈസ് സ്മൈൽ. എന്റെ മോളെ, നീ കുറെ നേരമായല്ലോ ചവിട്ടാൻ തുടങ്ങിട്ട്. ഉണ്ടായ കാര്യം പറ. ബോട്ട് ചവിട്ടി പുഴയുടെ നടുക്ക് ചെന്നപ്പോ അല്ല, ഞാൻ ചോദിച്ചു ചെന്നപ്പോ അവരെനിക്ക് തന്നു. എന്ത്? ഊട്ടിപ്പൂവാ? അതെന്ത് പൂ? ഹെലിക്രിസം പ്രാക്ടീറ്റാ. എന്റെ ദൈവമേ. ആരോമല്ലേ, നീ അവള് റൂമിലേക്ക് കൊണ്ടുപോയേ. അവള് കുറച്ചു നേരം കിടന്ന് ഉറങ്ങട്ടെ. ബാമ്പടി എഴുന്നേക്ക്. നിന്റെ കല്യാണത്തിന് ആരെ വിളിച്ചില്ലേലും നീ എന്നെ വിളിക്കണം, ഒരു കുപ്പി എടുത്തല്ലോ കേട്ടോ. ഇവിടെ നിന്ന് ഇറക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ബന്ധം തീർന്നു. എന്റെ പൊന്നിട്ട് നീ കാണിക്കണം. നീ എന്നെ കൊള്ളാൻ കൊണ്ട് നടക്കണം മനുഷ്യ. ഞാൻ ഇവിടുത്തെ പ്രശ്നമൊന്നും ഓർക്കട്ടെ. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് എന്നെ കണ്ടില്ലെങ്കിൽ നീ വിട്ടോ. ശരി. കൊച്ചിന് കണ്ണു കൊടുത്തേ. ഇനി കുഴപ്പമില്ല, ഞാൻ സംസാരിക്കാം. അമ്മ ഞാൻ അമ്മാവന്റെ ചിച്ചിരി ചുണ്ടി എന്റെ കൊച്ചിനെ കൊച്ചിനാണ് കണ്ടു കൊടുത്തേ. നിങ്ങളാണ് കൊച്ചിനെ കണ്ടു കൊടുത്തേ. ആരാണ് കൊച്ചിനെ കണ്ടു കൊടുത്തേ? നീയാണ് കണ്ടു കൊടുത്തേ. മോൻ എന്തെങ്കിലും ഒഴിച്ചു കൊടുത്തായിരുന്നോ? ഇല്ല. അല്ല, എന്തെങ്കിലും കലക്കി കൊടുത്തോ കൊച്ചിന്? ഇല്ല.
എന്തെങ്കിലും അമ്മാവാ ഇങ്ങോട്ട് വന്നേ ഒരു കാര്യം പറയട്ടെ. അല്ലെങ്കിൽ തന്നെ കുറച്ച് വിഷമിച്ചിരിക്കുകയാണ് വെറുതെ കള്ളുടിച്ചിട്ട്. അറിയോ നിങ്ങളിങ്ങനെ നടന്നോ? വെറുതെ കള്ളുടിച്ചിട്ട്. നിങ്ങളിങ്ങനെ എല്ലായിടത്തും തള്ളി നടന്നോ? അതെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഉത്തരവാദിത്തമുണ്ടോ? നിങ്ങളുടെ കൊച്ചിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഉത്തരവാദിത്തമുണ്ടോ? ഞാൻ ഈ കല്യാണം വേണ്ട വേണ്ടെന്ന് പറഞ്ഞാ എന്തായി? ഒന്നുമില്ലെന്നേ, ഒരു പ്രശ്നമില്ലെന്നേ. പിള്ളേർക്കേ ഇവിടെ കുടിക്കാൻ കുറച്ച് ആൽക്കോൾ വെച്ചു, മോൾ അത് അറിയാതെ എടുത്ത് കുടിച്ചു, അത്രേ ഉള്ളൂ. പിന്നെ ഇവിടെ 3 നേരം ആൽക്കോൾ ആണല്ലോ നിങ്ങളുടെ പിള്ളേര് കഴിക്കുന്നത്. എന്താ നിനക്ക് വേണ്ടത്? ശരിയാവുന്നു. എന്താ നിനക്ക് വേണ്ടത്? സുജിത്ത് വാസുനെ കാണണം. എന്താ? എനിക്ക് സുജിത്ത് വാസുനെ കാണണം അച്ഛാ, ഇപ്പൊ തന്നെ കാണണം. എന്താ മോളെ നീ പറയുന്നത്? ആരാ നീ? കൊണ്ടുപോവാ അച്ഛാ. കറക്റ്റ് ടൈമിൽ ഷെൽഫ് എടുക്കണല്ല. കീ ഓൺ ചെയ്തിട്ടില്ലായിരുന്നു. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. അളിയച്ചല്ലേ? അതെ, എല്ലാവരും കേൾക്കാൻ പറയാം. ഇവിടെ കെട്ടിക്കൊണ്ട് നേട്ടം മണിക്കൂർ എത്രയേ ഉള്ളൂ. ആ നേരം കൊണ്ട് നിങ്ങളെല്ലാവരും എന്റെ കൊച്ചിനെ കുടിപ്പിച്ച് കിടത്തില്ലേ? നമ്മളെ കുടിപ്പിച്ചല്ല, അവളാണ്ട് മാറി കുടിച്ചാ. ഓഹോ, അമ്മാവാ വിട്. എന്തത്? അങ്ങനെ ആയിരുന്നല്ലേ? കേട്ടില്ല എല്ലാവരും? മാറിക്കുടിച്ചാന്ന്. എങ്ങനെ മാറിക്കുടിച്ചു? അതാ മാറ്റി കൊടുത്തതോ? എന്താ മിണ്ടാത്ത പൊട്ടിപ്പോയോ? പറയാത്തതാ മിണ്ടാത്ത പൊട്ടിപ്പോയോ? ചേട്ടാ ചേട്ടാ അങ്ങോട്ട് മാറിയിക്ക്, ഞങ്ങളൊന്ന് സംസാരിക്കട്ടെ. നീ അങ്ങോട്ട് മാറി നേടിയെന്നോ? ഇവിടെ മൊത്തം കുടിയന്മാരാ, ഫുൾ കുടിയന്മാരാ. കള്ളും കുടിച്ച് കുടുംബത്തിൽ കയറിയെന്ന് അനാവശ്യം പറയരുത്. ഓ, ഞാൻ പറയുന്ന അനാവശ്യം. എവിടെ നമ്മുടെ മരുവാൻ? നീയാണോ അവിടുത്തെ മരുവൻ? മരുമോനെ സത്യം പറ, മരുവൻ കുടിച്ചിട്ടുണ്ടോ? ഒരു വെളിവുള്ള ആള് കൂടെ ഉള്ള സത്യം പറവനെ. എന്താ പറ്റിയ? അമ്മാവ എനിക്ക് കുടിക്കാനേ. എനിക്ക് എന്താ കുടിക്കണോ? എനിക്ക് കുടിക്കാനായിട്ടേ. നിനക്ക് കുടിക്കാൻ വേണ്ടിട്ട് എല്ലാം അമ്മച്ച് കുടിക്കാൻ വേണ്ടിട്ട്. പിന്നെ അല്ല, എനിക്ക് കുടിക്കാൻ ഉണ്ണിയളിയനാണ്. അതോ? കേട്ടില്ല? എല്ലാവരും കേട്ടോ? നിങ്ങളെ മരുമോൻ പറഞ്ഞ കേട്ടോ? എനിക്കറിയാം എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് എനിക്കറിയാം. എന്റെ മോളുടെ പഴയ കാര്യങ്ങളൊക്കെ കുത്തിപ്പോക്കാനല്ലേ? അല്ലേ? അവൾ ആരോ പേര് വിളിച്ചു പറഞ്ഞപ്പോ അത് കുറ്റം അല്ല, അത്രയല്ലേ ഉള്ളൂ. നീ കൂടുതലാ എന്റെ കൊച്ചിന് കണ്ണുവലക്കി കൊടുത്തേ. അത് ഇവൻ മാറി കുടിച്ചായിരുന്നെങ്കിൽ ഈ പഞ്ചായത്തിലെ കംപ്ലീറ്റ് പെമ്പിള്ളേരുടെ പേര് ഇവൻ പഠിച്ചു പറയൂലായിരുന്നോ? പറയൂലായിരുന്നോ? പറയും. അതുകൊണ്ടല്ലേ എന്റെ കൊച്ചിനെ നിങ്ങൾ കല്ല് കളക്കി കൊടുത്ത. അവൾ അയാളൊക്കെ വിളിച്ചു പറഞ്ഞപ്പോ അവക്ക് കുറ്റം. നിങ്ങൾ അതിന് മനഃപൂർവ്വം കണ്ണു കൊടുത്താലേ അറിയണം. എന്നിട്ട് ഈ സുഖേശനെ ഇവിടുന്ന് പോകുള്ളൂ. നിങ്ങൾ എന്തിനാ എന്റെ കൊച്ചിനെ കള്ളു കളക്കി കൊടുത്തു? അത് പറ. അതെ, ഈ ഇരിക്കുന്ന സാധനത്തിന്റെ എടുത്തോണ്ട് ഇവിടുന്ന് പോയേ. പിന്നെ അമ്പിളി എന്റെ മോളാ, അവൾക്കുള്ള പ്രശ്നം ഞാൻ പരിഹരിച്ചോളാം. നമുക്കൊന്ന് സംസാരിച്ചിട്ട്. വേണ്ടെന്നേ, നിങ്ങളിപ്പോ ഇവിടുന്ന് പൊക്കോ. ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് നാളെയും പരിഹരിക്കാലോ. അവൾ പോയി കടന്ന് ഉറങ്ങട്ടെ. അങ്ങനെ ഇപ്പൊ പോവാൻ പറയുമ്പോ പോവാൻ പറ്റുമോ? എന്റെ കൊച്ചിരിക്കുന്ന കോലം കണ്ടില്ലേ? വേണ്ട, നിങ്ങളെ ഇവളെയും കെട്ടിപ്പിടിച്ചോണ്ട് ഇവിടെ ഇരുന്നു. എന്നിട്ട് അവള് പറയുന്ന കാര്യങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാക്കിട്ട് ഇവിടുന്ന് പോയാ മതി. എന്തേ ഇയാൾ എടുത്തോണ്ട് പോവാൻ നോക്ക്. നീ എന്നെ കൊണ്ടുപോയി. അത് പിന്നെ ചേട്ടന്റെ
നീ എന്റെ കൊച്ചൻ എന്താ കൊടുത്തേ പറ കൊറേ നേരായിട്ടാ നീ മനസ്സിലായാ മിണ്ടാണ്ടിക്കണ് മനസ്സിലായാ നീ ഞങ്ങളുടെ ചെക്കനെ തൊട്ടപ്പോഴും മുങ്ങി വെച്ചേ അമല വണ്ടി പറഞ്ഞേ അമ്പികേ കേറ് വണ്ടി കേറ് ബാക്ക് പോയി കിടന്നോ നീക്കട്ടാ കേറി പോടോ ഞാൻ ചെയ്തില്ലേ? ഞാൻ പറയട്ടെ. രണ്ട് ഇടി കൂടി കൊടുക്കാൻ ദാ, നീ അവളെ കൊണ്ട് റൂമിലേക്ക് പോയേ വാ